പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കോല എടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള പാടത്തിനകത്ത് കയറുകയാണ്. അപ്പം പാടം ഏകദേശം തടയാറൊക്കെയായി. അതായത് എല്ലാ വർഷങ്ങളിലും അതാത് കൃഷി കഴിയുമ്പം പെട്ടിയും പറ എടുത്തുകൊണ്ട് പോകും. അപ്പം ഇപ്പോഴും പെട്ടിയും പറ എടുത്തുകൊണ്ട് പോയ അവസ്ഥയിലാണ്. അത് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ അത് തിരിച്ചുകൊണ്ട് വെക്കും. ആ മടവഴിയാണ് നമ്മൾ അകത്തേക്ക് കയറി പോണേ. എന്നിട്ട് നമ്മൾ നല്ല നിറച്ച് ആമ്പലൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ഇതുവരെ ആരും വലയിട്ട് കണ്ടിട്ടില്ല. അപ്പം നമ്മൾ അവിടെ പോയി വലയിടുകയാണ്. മീൻ കിട്ടുവാണെങ്കിൽ മീനും കാണാം, പിന്നെ രാവിലത്തെ ആമ്പൽ വിരിഞ്ഞിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയും കാണാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഇതാണ് ഞാൻ പറഞ്ഞ മട. ആ മടയ്ക്കകത്തൂടെ വേണം നമ്മൾ അകത്തേക്ക് കയറിയിട്ട് ഇതിൻ്റെ ഏകദേശം അപ്പുറം ഒരു മടയുണ്ട്. ഈ മടയിൽ കൂടെ കയറിയിട്ട് വേണം പോകാൻ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അപ്പുറം ഒരു മടയുണ്ട്. പാടത്തിനകത്തൂടെ നമ്മൾ തുഴഞ്ഞ് അങ്ങോട്ട് വേണം പോകാൻ. നല്ല കാറ്റാണ് കേട്ടോ, നല്ല ഏറ്റവുമുണ്ട്. സൂക്ഷിച്ച് വേണം ഇതിനകത്തൂടെ കയറാൻ. പിന്നെ കയറും, അച്ചാത്തിനും അമ്മച്ചൊക്കെ കയറുന്നതല്ലേ. നല്ല കള പിടിച്ചിട്ടുണ്ട്. ഈ കളക്കകത്തോടെ ഒരുവിധം തുഴഞ്ഞ് വേണം അങ്ങ് പോകാൻ. ചിറ പിടിച്ചു കിടക്കും അവിടെ. നമ്മൾ വലയിടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഭാഗ്യത്തിന് ഇതൊരു മോട്ടർ ചാലാണ് കേട്ടോ. അങ്ങ് കാണുന്ന മോട്ടർ, ആ മോട്ടറിൻ്റെ ചാലാണ്. അതിൽ വലയിടാൻ ഭാഗത്തിന് ആമ്പൽ തെളിഞ്ഞ് കിടക്കണം. ആ ഭാഗത്താണ് നമ്മൾ വലയിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നല്ല സന്ധ്യ വരികയാണ്. പെട്ടെന്ന് വലയിട്ട് തീരണം. അത് തന്നെയല്ല, ഈ ആമ്പലുകളൊക്കെ നാളെ രാവിലെ വരുമ്പോൾ നന്നായിട്ട് വിരിഞ്ഞേക്കും. ഇത് പിങ്ക് ആമ്പൽ. ഈ കാണുന്നത് പൊടിയായിട്ടുള്ള നെയ്യാമ്പൽ എന്ന് പറയും, വെള്ള കളറാണ്. നാളെ രാവിലെ കാണാം അതിൻ്റെ ഭംഗിയൊക്കെ. അപ്പോൾ ഈ സുഹൃത്തുക്കൾ നമ്മൾ വലയിടാൻ പോകണം കേട്ടോ. നല്ല കാറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അനിയൻ വേണം പിടിച്ചു തരാൻ, പിടിച്ചു തരാൻ. പക്ഷേ നമ്മൾ വലയിടണം. നനയ്ക്കണോ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നാളെ രാവിലെ കാണാം മീൻ കിട്ടുമില്ല എന്നുള്ളത്. അത് തന്നെയല്ല, നല്ല മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലയിട്ടോ കേട്ടോ. പ്രിയ സുഹൃത്തുക്കളെ, ഇത് ഇന്നലെ ഇട്ട വല നമ്മൾ പിടിക്കാൻ വേണ്ടി രാവിലെ പോവുകയാണ്. ആളങ്ങ് പോയി. നല്ല രസമല്ലേ? ഇത് വിരിഞ്ഞുകൂടെ നിൽക്കുമായിരുന്നെങ്കിൽ എന്നാ ഭംഗിയായിരുന്നു അറിയുമോ. അവിടെ എല്ലാം നിറച്ച ആമ്പലുണ്ട്. ഇത് വിരിയാൻ ടൈം ആയില്ല കേട്ടോ. വിരിയാനല്ല, പൂർണ്ണമായിട്ട് വിരിയാൻ ടൈം ആയില്ല. അതിൻ്റെ ഒരു ചെറിയ ഭംഗിക്കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ആമ്പൽ തിങ്ങി നിൽക്കുന്നിടത്താണ് കൂടുതലും പിങ്കാമ്പൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വെള്ളയാമ്പൽ ഉള്ളിടത്ത് വെള്ളയാമ്പലും, ഇതിനിടയ്ക്ക് നെയ്യാമ്പലും കൂടെ കയറി വരാറുണ്ട്. നെയ്യാമ്പലിൻ്റെ മുട്ട ഞാനിങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണിച്ചായിരുന്നു. വിരിഞ്ഞ് നിൽക്കുന്നത് എന്താണെന്ന് ഞാനൊന്നുകൂടെ കാണിച്ചു തരാം. ചിലതൊക്കെ വിരിഞ്ഞിട്ടുണ്ട്, ചിലതൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപൂർവമായിട്ട് ഈ വെള്ളയാമ്പൽ, ഈ പിങ്കാമ്പലുള്ള സ്ഥലങ്ങളിൽ കാണാറുള്ളൂ. ഈ ആമ്പൽ. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ വലയിട്ടിരിക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഏതാണ്ട് ചെറിയ പൊങ്ങൊക്കെ ഇറങ്ങുന്നുണ്ട്. ചിലപ്പോൾ മീൻ കാണുമായിരിക്കും. ഏതായാലും നമുക്ക് വലിച്ചു നോക്കാം. ഒന്ന ചമ്പലിയാണത്? കിടുക്ക ചമ്പലിയാണല്ലോ. ജീവനോളാണോ? ഉള്ളതല്ല, ഇതിൻ്റെ ചെകളപ്പൂവിൻ്റെ അവിടുത്തെ ഒരു പോഷമുണ്ട്. ബ്ലേഡ് പോലെ വീട്.
മുറിച്ച് വീണ്ടും അങ്ങോട്ട് കയറരുത്, അങ്ങോട്ട് തന്നെ വരുന്നത് കേട്ടോ. അടാ ഇങ്ങോട്ട് തട്ടി വിട്. ധൂളിയാണോ? തോലിക്കിട്ടാണ് ഒരു മുട്ട കൊടുത്തതിനകത്ത് ചേട്ടാണ്. അല്ല ഇവനെ എന്നെ നാറ്റിക്കും. ഡിസ്കോലയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ മീൻ ഉടക്കി കഴിഞ്ഞാൽ അകമ്പല പുറത്ത് ചാടി കിടക്കും. അത് നമ്മൾ അകത്ത് വലിച്ചിടണം, എന്നാലേ പിന്നീട് മീൻ കിട്ടുന്നുള്ളൂ. ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത വലയാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് പുറം വലയിലൂടെ കയറിയിട്ട് അകം വലയിലൂടെ കയറി ഞാന്ന് കിടക്കും. ഉണ്ടാണ്ടേ ചപ്പ് ഇതുണ്ടത് അകമ്പലയിൽ നിന്ന് കയറി പുറം വലയിൽ നിന്ന് കയറി അകമ്പലയിൽ കിടക്കുക. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കൊഴുത്ത മീനുകളാണെങ്കിൽ, അതായത് 60 സൈസിന് മേലോട്ടുള്ള മീനുകളാണെങ്കിൽ നമ്മൾ മിക്കവാറും കണ്ണി പൊട്ടിച്ചെടുക്കേണ്ടി വരും. ഇവിടെ കുറവല്ലേ വല വലിക്കുന്ന സൈഡ് നമ്മൾ മാറ്റിക്കൊണ്ട് കേട്ടോ. അപ്പുറം നിന്നിട്ട് എൻ്റെ നിഴല് വലിക്കും. ഇത് കാരണം വെളിച്ചം നന്നായിട്ട് കിട്ടുന്നില്ല. സൈസ് കാര്യമാണ്. അതിന് തന്നെ കൊമ്പ് പിടിക്കല്ലേ, ചത്ത കാരിയുടെ കൊമ്പ് കൊണ്ടാലും ഞാൻ എടുക്കും. അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞാൽ ആ കരിഞ്ഞ് പോകും. കോല അവിടെ മറിച്ചത് കോലയല്ല. നല്ല ടേസ്റ്റ്, നല്ല വിലയുള്ള മീൻ. അത്തോട്ട് വെച്ച് പോയി കുറവാണോ? കറി നടക്കും. അതേ ഉള്ളു.
പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ വല വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചത് ഈ ചാലി കൊഞ്ച് കാണുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. കറിക്കുള്ള മീൻ മാത്രമാണ് കിട്ടിയത്. കറിക്കുള്ള മീൻ മാത്രമേ ഉള്ളൂ. ആറ്റിലങ്ങനെ കിട്ടുന്ന ഇതിൽ കൂടുതൽ മീൻ കിട്ടി. അതെ, നമ്മുടെ വീടിൻ്റെ പുറകിലത്തെ ഇഞ്ചന്ദ്രയുടെ വെള്ളം എണ്ണം നിർത്തിയിട്ടുണ്ട് അവർ. ഇറക്കും തടഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ സ്ഥിതിക്ക് തൂമ്പുകളൊക്കെ തുറന്ന് കിടക്കുമല്ലോ. ആ തൂമ്പിലെ ചേരോടും കൊണ്ട് വലയിട്ട് ഇതിൽ കൂടുതൽ മീൻ കിട്ടും. ഈ സുഹൃത്തുക്കളെ, നമ്മൾ വല വലിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴിയല്ല തിരികെ പോകുന്നത്. അപ്പോഴത്തെ നമ്മളിതിലേ അങ്ങൊരു മടയുണ്ട്. അതിന് പൊതുമടയെന്നാണ് പറയുക. പൊതുമടയെന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നാം. പൊതുമടയെന്ന് പറയുന്നത് അതായത് നമ്മുടെ പാടത്ത് വെള്ളം അങ്ങോട്ടും കൊണ്ട് കയറി ഇറങ്ങി, അതായത് പാടത്ത് നന്നായിട്ട് വെള്ളം കയറി ഇറങ്ങിയാലേ പാടത്തെ പുളിയൊക്കെ കഴുകി പോകത്തുള്ളൂ. അതിന് പെട്ടിയും പറയും വെക്കാത്ത മടകൾ സൃഷ്ടിക്കും. ആ മടകൾ വെള്ളം പറ്റുന്ന അവസരത്തിൽ അടയ്ക്കുകയും ചെയ്യും. അവിടെ പെട്ടിയും പറയൊന്നും വെക്കത്തില്ല, അവിടെ ഒരു മട മാത്രമേ ഉള്ളൂ. കാരണം ഏതെങ്കിലും പാടത്തിൻ്റെ മൂലഭാഗത്തൊക്കെ ഈ പെട്ടിയും പറ ഉണ്ടാകത്തില്ല. അപ്പോൾ അവിടെ ഈ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നത് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ജലത്തിൻ്റെ സുഗമമായ ഗമനത്തിന് വേണ്ടി അവിടെ നമ്മൾ ഒരു മട സൃഷ്ടിക്കാറുണ്ട്. ആ മട എല്ലാ വർഷങ്ങളിലും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. എന്നാലേ അവിടുത്തെ കണ്ടത്തിലെ പുളി കഴുകി പോകത്തുള്ളൂ. അതിനാണ് നമ്മൾ പുതുമടയെന്ന് പറയുന്നത്. അപ്പം ആ വഴിയാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് ഈ കിടക്കുന്ന മീൻ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതായത് 3-4 കുറുവ, 3-4 പുല്ലൻ, ഒരു കാരി, ഒരു കരിമീൻ. എന്തായാലും സൂക്ഷ്മമായിട്ട് കറി വെക്കാനുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്ന നമ്പർ ടാറ്റ, ബൈ ബൈ.